എന്തെങ്കിലും ഷേപ്പിലാക്കി. അപ്പൊ ഇന്ന് വുമൻസ് ഡേ സ്പെഷ്യൽ കുക്കിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ? അല്ലേ? വുമൻസ് ഡേയുടെ വുമൻസുകൾക്ക് വേണ്ടി. അതായത് നിങ്ങൾ കഴിക്കില്ല, ഇവരാണെന്ന് കുക്ക് ചെയ്ത് തരുന്നതൊക്കെയാണ് പറയണേ. സവോള എറിഞ്ഞോണ്ടിരിക്കാണ് ഇപ്പൊ. അത് വീഡിയോക്ക് വേണ്ടി മാത്രം പറയുന്നത്. നിങ്ങൾ എന്നും കിച്ചണിൽ കിടന്ന് ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. ഉറങ്ങണില്ലേ? ഇപ്പൊ നേരത്തെ എന്താ ഉറങ്ങണമെന്നോ അങ്ങനെ? അതായത് നിങ്ങൾക്ക് ഇന്ന് റെസ്റ്റ് ആണ്. നിങ്ങൾ ഇന്ന് ഫുൾ ടൈം റെസ്റ്റ് ചെയ്യണം. അതാണ് ഞങ്ങളുടെ ആവശ്യം അല്ലേ അളിയ? എന്താ ഉണ്ടാക്കും മോളെ? ബിരിയാണി, മട്ടൻ കറി. ചിക്കനാ? ചിക്കൻ ബിരിയാണി, മട്ടൻ കറി. നെഞ്ചുടുക്കിന്റെ താളം തുടിപ്പിൽ മുമ്പരങ്ങൾ പാടാം ഞാൻ. നല്ല സവോളയാക്കി മട്ടർ മേടിക്കണം പോകുമ്പോ. ഇന്ന് ഫ്രിഡ്ജിലോ? പിന്നെ സുഖമായിട്ട് ഒരാഴ്ച ഇന്ന് പാക്ക് ചെയ്ത് പെട്ടി കെട്ടി നാളെ മേടിച്ചാൽ മതി ഇവര്. ചേട്ടാ ഇന്ന് പാക്ക് ചെയ്ത് കെട്ടി വെക്കണ്. നാളെ ഒരു പണിയില്ല. നാളെ വേറെ കുറച്ച് പണി കടയിൽ പോകുള്ളൂ. അല്ല അവരെ കവറിലിട്ട് ഈർപ്പൊക്കെ അടിച്ചിട്ടോ. മട്ടർ അത് കേടുന്നാവൂല. ഞങ്ങൾ മട്ടർ കൊണ്ടുതന്നെ പച്ചപ്പയറൊക്കെ വേവിക്കണം. കഴുകിയ സവോളയല്ലേ? കണ്ടിട്ട് തോന്നില്ലേ? നോക്ക് സവോള അതെല്ലാം ചെക്ക് ചെയ്യാൻ വേണ്ടിട്ടല്ലേ. സവോള എടുത്തിട്ട് പോ. അല്ല അത് മാറ്റി വെച്ചല്ലേ വേറെ എന്തെങ്കിലും. നീ ആഴ്ചയിൽ എന്നിട്ട് വെക്കണം. അപ്പൊ വിടൂ. നീ മട്ടൻ കറി വെക്കാന്നല്ലോ. റൈസ് എന്റെ സമയത്ത് ചേച്ചി ഞാൻ വിളിക്കാം. ഓക്കെ, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ. അല്ലെങ്കിൽ പാത്രം ഭയങ്കര കാണിച്ചാൽ മതി. ഇതാണ് ഇവിടെ യുപിയിൽ ഇറച്ചിക്കടയിൽ പോയില്ലേ, ചിക്കൻ കട. അപ്പൊ അവര് വരുന്ന മസാലകളാണ്. ഇത് വലിയ ഏലക്കായ, ഇത് ചെറിയ ഏലക്കായ. യുപിയിലെ വലിയ ഏലക്കായ. യുപിയിലെ നമ്മുടെ അവിടെ കിട്ടും ഈ ഏലക്കായ. എല്ലായിടത്തും മസാലയിലൊക്കെ ഇടുന്ന ഈ ഏലക്കായ, ഗരം മസാലയിൽ നല്ല ഫ്ലേവർ കിട്ടുന്ന ഏലക്കായ. കറിക്കൊക്കെ ഒരു എന്താ പറയാ, ആ ഒരു കറുപ്പ് കളറൊക്കെ കിട്ടും. കറിയൊക്കെ വയ്ക്കുമ്പോ ഒരു ഡാർക്ക് ബ്രൗൺ കളറായിട്ടൊക്കെ നിൽക്കൂലേ, അതും നമ്മുടെ മറ്റേ അതിന്റെ മണം വേറെ ഗുണമുള്ള ഏലക്കായ നമ്മുടെ നാട്ടിലുണ്ട്. നമ്മുടെ മേടിക്കാൻ കിട്ടും. ഇതിന്റെ തൊണ്ട് പൊളിക്കും നമ്മള്. പൊളിച്ചിട്ട് ഉള്ളിൽ കുരു വേണം. മറ്റേ ഏലക്കായുടെ പഴം കാണിച്ചത് ഞാൻ കണ്ടു. കുരു കണ്ടു പൊട്ടിക്കണ്ട നീ. അല്ല ഞാൻ പറയുന്നത് ഇത് നമുക്ക് ചായയിലൊക്കെ ഇടുമ്പോ മസാല ഏലക്കായ കറിക്ക് മാത്രം.
മസാല ഗരം മസാലയ്ക്ക് വേണ്ടി മാത്രമുള്ളത്. എനിക്കിത് മാത്രം മതി, ഇതിനെടുത്തോളാം. ഓക്കെ, നോക്ക്. ഇനി ഏലക്കായ ഇത് കുറവുണ്ടെങ്കിലേ കുറവുണ്ടെങ്കിൽ ഇതിന്ന് അല്ല, ഇനി ഇതും പോരാണ്ട് ഇനിയും വേണമെങ്കിൽ ഞാൻ എടുത്തരാം. അവിടെ ഇതൊന്നും വേണ്ട, അവൻ നിൽക്കണോടത്തിന് ഏലക്കായ അടിയിൽ മതി, ധാരാളം മതിയോ? വുമൻസ് ഡേ സ്പെഷ്യലായിട്ട് ഞാൻ ചെയ്തോളാം, നീ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞ് കുറേ ഡയലോഗുകളൊക്കെ അങ്ങോട്ട് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വന്നെങ്കിലും ഞാൻ പറഞ്ഞു ആരും ചെയ്യണ്ട, ഞാൻ തന്നെ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ഞാൻ എല്ലാവരും അടുക്കളയിൽ നിന്ന് ഒഴിവാക്കിയിട്ടാ. എനിക്കെന്തോ കുക്ക് ചെയ്യാണ്ടിരുന്നിട്ട് എനിക്ക് കൈ വിറയ്ക്കണ പോലത്തെ ഒരു ഫീലാണ്. എനിക്കിങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം. കുക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. വലിയ പ്രൊഫഷണലായിട്ടുള്ള ഫുഡൊന്നും ഉണ്ടാക്കണമെന്ന് എനിക്കറിയില്ല, എന്നാലും നമ്മുടെ അടുക്കളയിൽ നമ്മുടെ ആൾക്കാർക്ക് വേണ്ടിയൊക്കെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കണ ആ ഒരു ഇത് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അപ്പോൾ ഞാൻ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി അടുക്കളയ്ക്ക് വരണ്ട, സാധനങ്ങൾ എവിടെയാണ് എന്താണെന്നൊക്കെ ഞാൻ ചോദിച്ചറിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ അകത്തൊന്ന് ചോദിച്ചോളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും ഇവർക്ക് വേണ്ടി ഞാൻ ഇതുവരെ ഒന്നും കുക്ക് ചെയ്ത് കൊടുത്തിട്ടില്ല. ഇവിടെ വന്നിട്ട് എപ്പോഴും ചേച്ചിയും ഒക്കെയാണ് ഞങ്ങൾക്ക് വേണ്ടി കുക്ക് ചെയ്ത് തരണേ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ എല്ലാവർക്കും വേണ്ടി കുക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ സവോള ക്ലീൻ ചെയ്ത് സനചേട്ടൻ കട്ട് ചെയ്തൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ചെറിയുള്ളി അങ്ങനത്തെ സാധനങ്ങളൊക്കെ അവിടെ ക്ലീൻ ചെയ്തൊക്കെ തന്നിട്ടുണ്ട്. ആദ്യം സർലാസിനെ റെഡിയാക്കി ഫ്രിഡ്ജിലേക്ക് വെക്കാൻ പോകണേ. അപ്പോൾ തണുപ്പോട് കൂടി തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ സവോളയും പച്ചമുളകും കറിവേപ്പിലയും ഉപ്പൊക്കെ ഇട്ട് നല്ലോണം കൂട്ടി തിരുമ്മിയിട്ട് പിന്നെ ഒരു തക്കാളിയും കൂടി അതിൽ കട്ട് ചെയ്തിട്ടു. പിന്നെ തൈരൊക്കെ ഒഴിച്ച് ഇതൊക്കെ നല്ലോണമൊക്കെ കൂട്ടി തിരുമ്മി നിങ്ങൾ നേരത്തെ കണ്ട പോലെ തന്നെ എല്ലാം മിക്സ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ടെന്ന് സെറ്റാക്കാണ്. പിന്നെ നേരെ ഇതിനെ ഞാൻ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുകയാണേ. ഞങ്ങൾ ഇപ്രാവശ്യത്തെ നോമ്പ് ആദ്യത്തെ ആഴ്ചകളിലൊക്കെ നമ്മൾ നാട്ടിൽ വെച്ച് കറക്റ്റായിട്ട് പോയായിരുന്നു. പിന്നെ ഇവിടേക്ക് പോന്നപ്പോൾ നമ്മളത് വേണ്ടാന്ന് വെച്ചു. കാരണം ട്രാവൽ ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഭക്ഷണത്തിനുള്ള നോമ്പ് വേണ്ടാന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഫസ്റ്റ് റൈസിലേക്കുള്ള സവോളേനെയും പിന്നെ കിസ്മിസ് കാഷ്യൂനട്ട് ഇതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്ത് ആദ്യം മാറ്റി വെക്കുകയാണേ. പിന്നെ ഞാൻ ചിക്കൻ ബിരിയാണി പോലെ എന്നാണ് ആദ്യം നമ്മൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ പ്ലാനിങ്ങിലൊക്കെ ഉണ്ടായിരുന്നത്. പിന്നെ ഞാൻ വിചാരിച്ചു ചിക്കൻ മിക്സ് ചെയ്തിട്ടുള്ളൊരു ബിരിയാണി സ്റ്റൈലല്ലാണ്ട് റൈസ് സെപ്പറേറ്റും കറികൾ സെപ്പറേറ്റ് ആക്കി കഴിഞ്ഞാൽ കഴിക്കാനും നല്ലതായിരിക്കും എന്നുള്ളത് വിചാരിച്ചിട്ട് അപ്പോൾ റൈസ് സെപ്പറേറ്റ് ആണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പം അങ്ങനെ മട്ടനത് നല്ലോണം ഒന്ന് ക്ലീൻ ചെയ്ത് ആദ്യം മട്ടൻ കറിയാണ് വെക്കണത്. അപ്പോൾ അതിലേക്കുള്ള മസാലകളൊന്ന് ജസ്റ്റ് ചൂടാക്കിയിട്ട് എടുത്തിട്ട് കുക്കറിൽ വേവിക്കാൻ പോവാണ് കേട്ടോ. അപ്പം ഞാൻ മട്ടനെ വേവിക്കാൻ വേണ്ടി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇത്രയും പൊടികൾ എടുത്തിട്ട് നല്ലോണം ഒന്ന് ചൂടാക്കി എടുക്കുകയാണ്. അപ്പം ഇതിൽ നിന്നൊരു 1-1.5 ടേബിൾ സ്പൂൺ മാത്രം പൊടികൾ എടുത്തിട്ട് കുക്കറിൽ ഞാൻ മട്ടൻ ഇടുമ്പോൾ വേവിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. ബാക്കി നമ്മൾ ഗ്രേവി ഉണ്ടാക്കുമ്പോൾ ബാക്കി മസാല യൂസ് ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ മസാലനൊന്ന് ചൂടാക്കി അതിൻ്റെ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറാൻ വേണ്ടി നല്ലോണം ഒന്ന് ചൂടാക്കി എടുക്കുകയാണ്. അപ്പോൾ ഇന്ന് ഒരു നൈറ്റും കൂടി ഉള്ളൂടെ ഞങ്ങളിവിടെ. നാളെ ഞങ്ങൾ പോവും, തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു പോവും. പിന്നെ ഞങ്ങൾ ഉത്തർപ്രദേശത്തെ വീഡിയോസൊക്കെ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കണ്ടോളൂ കേട്ടോ. ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടോളൂ. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങണത് തുടങ്ങി ഇവിടെ വരുന്നതും ഇവിടുത്തെ ഞങ്ങളുടെ കൊച്ചു കൊച്ചു യാത്രകളും പിന്നെ ഞങ്ങളുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളും ഞങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റണ രീതിയിലുള്ളതൊക്കെ വീഡിയോ ആയിട്ട് എടുത്തിട്ടുണ്ട്. കുറേ കാര്യങ്ങളൊന്നും നമ്മൾ വീഡിയോ ആയിട്ട് എടുത്തിട്ടില്ല. അങ്ങനെ ഞങ്ങൾക്ക് മാക്സിമം എടുക്കാൻ പറ്റുന്ന വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. അത് വീഡിയോസായിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കണ്ടിട്ടുണ്ടെങ്കിൽ കണ്ട് സപ്പോർട്ട് ചെയ്തോളൂ. അപ്പോൾ അങ്ങനെ പൊടിയൊക്കെ ചൂടാക്കി ഒന്ന് റെഡി ആയിട്ടുണ്ട്. പിന്നെ കുക്കറിലേക്ക് നമ്മുടെ ഇറച്ചി വേവിക്കാൻ വേണ്ടി വെക്കാം. അപ്പോൾ കുക്കർ എടുത്തു, അതിലേക്ക് മട്ടൺ ഇട്ടുട്ടാ. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ക്ലീൻ ചെയ്തത് ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ 2 പീസ് ചത ശരിയായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊന്നും കൂടി ഒന്ന് ചതച്ചതേ ഇടാൻ പോവാണ്. പിന്നെ ഇതിലേക്ക് നേരത്തെ ഞാൻ ചൂടാക്കി വെച്ചായിരുന്ന പൊടികളിൽ നിന്ന് കുറച്ച് പൊടി ഇതിലേക്ക് ഇടുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഗരം മസാലയ്ക്ക് പകരം ഞാൻ പട്ട, ഗ്രാമ്പു, ഏലക്കായ ഒരു കുറച്ചീശെ അത്രയും മാത്രം ഇതിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലോണം കൈ കൊണ്ട് കൂട്ടി തിരുമ്മി വേവിക്കാൻ വേണ്ടി പോവാണ്.
അപ്പം ഇനി ഇത് വേവുമ്പോഴേക്കും ഞാൻ ഇനി ചിക്കൻ കറിയുടെ കാര്യങ്ങളൊക്കെ ഏകദേശം അതിൻ്റെ സൈഡിൽ കൂടെ ചെയ്തായിരുന്നു. എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇനി ചിക്കൻ കറിയും വേഗം ഒന്ന് റെഡിയാക്കി സെറ്റായി കഴിയുമ്പോഴേക്കും ബാക്കിയുള്ള ക്ലീനിങ് അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ എല്ലാം കൂടി ആകുമ്പോൾ ഭാരമാവില്ലേ. പിന്നെ ചേട്ടനോട് പറഞ്ഞ് ബിരിയാണി റൈസ് വെക്കാനുള്ള പാത്രമൊക്കെ ഒന്ന് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ചിക്കൻ കറി ഒന്ന് താളിച്ച് വയ്ക്കുന്നതാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ചിക്കൻ കറി റെഡി, നമ്മുടെ മട്ടൻ കറി റെഡി ആയിട്ടുണ്ട്. ഇനിയാണ് ഞാൻ റൈസ് വെക്കണത്. അപ്പോൾ ഇന്ത്യ ഗേറ്റിൻ്റെ അരിയാണ് കേട്ടോ. അപ്പോൾ അത് നല്ലോണം ഇനി കഴുകി വൃത്തിയാക്കിയിട്ട് റൈസ് റെഡിയാക്കാൻ പോവാണ്. എനിക്കിങ്ങനെ കുക്ക് ചെയ്യുമ്പോൾ സത്യം പറഞ്ഞൊരു പ്രത്യേക ഒരു മാനസിക സന്തോഷമാണ് കേട്ടോ. പിന്നെ എന്താ സണ്ണിചേട്ടനൊക്കെ നല്ല ഉറക്കം എന്നോട് ഇത്ര സമയം കഴിയുമ്പോൾ വിളിച്ചോളൂ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ വിളിച്ചിട്ടും ആൾക്ക് ആ ഒരു ഗുളിക രാവിലെ മാറിക്കഴിച്ചതിൻ്റെ ഒരു ഇതുണ്ട്. പിന്നെ വിചാരിച്ചു ഉറങ്ങിക്കോട്ടെ എന്ന്. എന്നാലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയി ഒന്ന് ശല്യം ചെയ്തായിരുന്നു എനിക്കിന്ന്. പിന്നെ രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചപ്പോൾ കുറച്ച് ലേറ്റ് ആയിരുന്നു, പള്ളിയിൽ പോയൊക്കെ തിരിച്ചു വന്നതിന് ശേഷം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ സമയം കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ലഞ്ച് കഴിക്കാനുള്ള സമയം കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. പിന്നെ കുഴപ്പമില്ല, ഇത് കഴിയുമ്പോൾ നമുക്ക് ഒരു ചെറിയൊരു ഷോപ്പിംഗ് കൂടി ഉണ്ട്. വലിയ കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ഇപ്രാവശ്യം ഷോപ്പിംഗ് അങ്ങനെ ഒരു പർപ്പസ് ഉണ്ടായിരുന്നില്ല കേട്ടോ. UP ഒന്ന് പറ്റുന്ന രീതിയിലൊക്കെ കാണാം, നിങ്ങളെ വീഡിയോ കൂടെ കാണിക്കാം എന്നൊക്കെയുള്ള ഒരു ഇതിലൂടെയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. പിന്നെ ഉത്തർപ്രദേശ് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ഇതിലാണ് കേട്ടോ വന്നത്. Deep in the liking for you is all I need. Until my heart gives in, I will do everything I can for you. അപ്പം അങ്ങനെ നമ്മുടെ കറിയും ചോറും എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോറ് വേഗം ഊറ്റി പിന്നെ ഒന്ന് നമ്മുടെ ആ ഒരു പാത്രത്തിലിട്ടൊന്ന് സെറ്റാക്കി എടുക്കുകയാണ്. കുറച്ച് നെയ്യ് ഒഴിച്ചു, റൈസ് ഇട്ടു, പിന്നെ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചായിരുന്ന സവോളയും പിന്നെ മല്ലിയില, പുതിനയില, പിന്നെ വീണ്ടും അതിലേക്ക് കശുവണ്ടിയും
കിസ്മിസും ഇട്ടിട്ടുണ്ടായിരുന്നില്ല, അതും ഇട്ടു. അങ്ങനെ ഒരു സ്റ്റെപ്പായിട്ട് ഒരു 2-3 ലെയറിൽ അങ്ങനെ എല്ലാം റെഡിയായി. നമ്മൾ റൈസ് ഒന്ന് സെറ്റാക്കിയിട്ടുണ്ട്. മുകളിൽ നെയ്യും എൻ്റെ ഗ്യാപ്പിൽ ഇട്ട് കൊടുത്തായിരുന്നു കേട്ടോ. പിന്നെ ഇതൊന്ന് അടച്ചു വെക്കട്ടെ, ഇനി ബാക്കി എല്ലാവരും വിളിച്ച് അങ്ങനെ ഫുഡ് കൊടുക്കട്ടെ കേട്ടാ. അപ്പോൾ നമ്മുടെ വുമൺസ് ഡേ സ്പെഷ്യൽ ഫുഡ് അങ്ങനെ റെഡി. പിന്നെ പുറത്ത് ഇവിടെ കത്തിയൊക്കെ മൂർച്ച വെപ്പിക്കാൻ വേണ്ടി ഒരു പയ്യൻ വന്നായിരുന്നു. അപ്പോൾ ഓരോരുത്തർ അവരുടെ ക്വാർട്ടേഴ്സിലുള്ള കുറേ ടീച്ചേഴ്സൊക്കെ കൊടുത്തു. അതുപോലെ തന്നെ ഇവരും കൊണ്ട് കൊടുത്തു കേട്ടോ. അപ്പം അങ്ങനെ അവിടെ കത്തി മൂർച്ച വെപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് വേണം ഫുഡ് കഴിക്കാൻ. അപ്പൊ അങ്ങനെ നമ്മുടെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ചിക്കൻ കറിയും ചിക്കൻ കറിയുടെ കൂട്ടാ. ഇത് മട്ടൻ കറി. ചിക്കൻ കറിയുടെ കൂട്ട് ബിരിയാണി അല്ലേ? ബിരിയാണി അല്ലേ? ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയാണ്. ചിക്കൻ കറിയും അവരും മട്ടൻ കറിയും തൈര് അച്ചാറ് പകർത്താം. ശരിക്കും പറഞ്ഞാൽ രാവിലെ കുറിച്ച് ഗുളിക മാറിപ്പോയെന്നൊരു സംശയമുണ്ട്. കണ്ണ് തുറക്കാൻ പറ്റാനുള്ള തളർന്നൊടിഞ്ഞു പോണു. എന്തോ ഒരു പ്രശ്നം. എന്തായിരിക്കും? എനിക്കറിയില്ല. എനിക്ക് ആകെ ഒരു എന്തോ ചോറ് ഇങ്ങനെ തന്നെ എടുത്താൽ മതി ചേച്ചി. അത് വേറെ പാത്രത്തിൽ എടുക്കണം. നമുക്ക് കഴിക്കാം. ആദ്യം മിക്സ് ചെയ്യാം. നല്ല ചൂടുണ്ട്. ഉപ്പൊക്കെ ഉണ്ടല്ലോ അല്ലേ കറക്റ്റായിട്ട്? അത് എനിക്കറിയില്ല, കഴിച്ചു നോക്കിയിട്ട് പറയുന്നു. അതായത് നമ്മുടെ ചോറും കറിയും കൂട്ടിയാണില്ല ഇവര് നമ്മളോട് കുക്കിങ്ങിന് വിളിക്കണം. അത് ഇവിടെ നിന്ന് കുക്ക് ചെയ്ത് കൊടുക്കും. രാവിലെ ഡിവൻ്റെ ഫ്ലൈറ്റിൽ എടുക്കേണ്ടി എത്തും. ഭക്ഷണം റെഡിയാക്കും. നമ്മൾ വൈകുന്നേരം തിരിച്ചു പോകും. അടിപൊളി മതി. ആദ്യം അഞ്ജലിക്ക് നമുക്ക് മറ്റേ ഇങ്ങനെ ഷേപ്പ് ഒക്കെ ചെയ്ത് സെറ്റപ്പ് ആക്കി കൊടുത്താലോ? ഉണ്ടപാത്രത്തില് ചേച്ചിയുടെ നാരങ്ങാച്ചാറ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇവർക്ക് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. ഇതിനാണ് ഡെക്കറേറ്റ് ചെയ്യണേ? അങ്ങനെയല്ല, ജസ്റ്റ് വിളമ്പി കൊടുക്കുമ്പോൾ നല്ല സ്റ്റൈലായിട്ട് വിളമ്പാം. അങ്ങനെയുണ്ട്. നന്നായി. ചേച്ചി പെണ്ണേ, ഓ വായോ. അനിലേട്ടാ ഓടി വായോ. എന്ത് സുഖം ഇങ്ങനെ ഉച്ചക്ക് വിളിക്കുക, ഭക്ഷണം കിട്ടുക. അടിപൊളിയല്ലേ? സൂപ്പർ. ഗ്രേവിയുടെ നമുക്ക് ഇച്ചിരി കൊടുത്താൽ നമുക്ക് ഉണ്ടായില്ലെങ്കിലോ? രണ്ടാമതൊരെടുത്ത് കഴിച്ചോളൂ. കഴിച്ചിട്ട് അഭിപ്രായം വരണം. അച്ചാച്ചന്റെ മേൽനോട്ടത്തിൽ ഉണ്ടാക്കിയ ഒരു ചോറും കറികളാണ്. പിന്നെ ഞങ്ങള് കലാശക്കൊട്ടെന്നോണം നമ്മുടെ എന്തിനു മേടിച്ചായിരുന്നു? ഹോളിക്ക് മേടിച്ച സാധനം പൊട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല, അത് പൊട്ടിക്കാൻ പോവാണ്. ഈ കൊരങ്ങൻ പൊട്ടിത്തെറിച്ച് പോവും മോളിലേക്ക്. അതെങ്ങനെയാ മോളിലേക്ക് പൊട്ടിത്തെറിക്കുക? എങ്ങനെയാ? പുകയില്ലേ? എനിക്കറിയില്ല. നീങ്ങിക്കാം, ഞാൻ ഇങ്ങനെ നീങ്ങിക്കാം. അതായത്
ഇപ്പൊ ഇവിടെ തന്നെ വെച്ചു പൊട്ടിച്ചോ ബോംബ് പോലെയോ സെന്ററിൽ നിക്ക് സെന്ററിൽ നിന്നോ ആ കള്ളം എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ എന്തെങ്കിലും ഷേപ്പിലാക്ക് ഓ എന്തേലും അഞ്ജലി ഇങ്ങനെ 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 ആ കഴിഞ്ഞു 2 കളർന്ന് പറഞ്ഞു കഴിഞ്ഞു 2 കളർന്ന് പറഞ്ഞു അപ്പൊ എന്തായാലും എല്ലാം കഴിഞ്ഞിരിക്കുന്നു.